ഒരിടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. റഷ്യൻ സൈനിക താവളത്തിനു നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനു പിന്നാലെ യുക്രൈനിലെ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾക്ക് നേരെയും സൈനിക ക്യാമ്പുകൾക്ക് നേരെയും റഷ്യ പ്രത്യാക്രമണം നടത്തി വൻ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് മോസ്കോയിൽ നിന്നും പുറത്തു വരുന്നത്. റഷ്യ യുക്രൈൻ അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലയായ ക്രിമിയ പാലത്തിൽ 32,000 സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല വൻ പ്രഹരശേഷിയുള്ള ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും അണിനിരത്തുകയും ചെയ്തു. യുക്രൈനിലേക്ക് കരനാവിക വ്യോമ യുദ്ധോപകരണങ്ങൾ സജ്ജമാക്കി യുക്രൈനിലേക്ക് ഇരച്ചു കയറി നശിപ്പിക്കാനാണ് റഷ്യയുടെ പദ്ധതി എന്നാണ് വിവരം. മാത്രമല്ല ക്രിമിയ പാലത്തിലൂടെയുള്ള ഗതാഗതവും സിയോഡേഷ്യയ്ക്ക് സമീപമുള്ള റോഡ് ഗതാഗതവും റഷ്യൻ സൈന്യം നിരോധിച്ചിട്ടുണ്ട്. ക്രിമിയൻ പെൻസുലയെ റഷ്യൻ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതിനു ശേഷം നിർമ്മിച്ചതാണ് 19 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് റെയിൽ പാലം. 2013 ഒക്ടോബറിൽ ട്രക്ക് ബോംബ് സ്ഫോടനത്തിൽ പാലത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചത് നന്നാക്കാൻ മാസങ്ങളെടുത്തിരുന്നു. റഷ്യൻ സൈനിക നീക്കത്തിന് പാലം ഉപയോഗിക്കുന്നതിനാൽ ആക്രമണത്തെ അന്ന് യുക്രൈൻ ന്യായീകരിക്കുകയാണ് ചെയ്തത്. 2022 യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾക്ക് ശേഷം യുക്രൈനും ഇതേ പാലം ആക്രമിച്ച് തകർത്തിരുന്നു. പിന്നീട് ഒരു വർഷമെടുത്ത് കഴിഞ്ഞ വർഷമാണ് റഷ്യ പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രിമിയയുമായി റഷ്യയെ ബന്ധിപ്പിക്കുന്ന ഏക പാലം സ്ഫോടനത്തിൽ തകർന്നതിനെ വലിയ തിരിച്ചടിയായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിലയിരുത്തിയത്. ഇതിനു പിന്നാലെ യുക്രൈനിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് യുക്രൈനിൽ റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. 3 മാസത്തിനു ശേഷം 4ാം തവണയാണ് രാജ്യതലസ്ഥാനത്ത് റഷ്യൻ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിൽ യുദ്ധത്തിലേർപ്പെട്ട റഷ്യൻ സൈനികർക്ക് യുദ്ധസാമഗ്രികൾ എത്തിക്കുന്നതിൽ ഏറെ നിർണായകമാണ്. കര വ്യോമ കടൽ മാർഗങ്ങളിൽ ഏറെ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പാലമാണെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈന്റെ തലസ്ഥാന നഗരമായ കീവിൽ റഷ്യ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ ഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ മിസൈലുകളും ക്രിമിയൻ പാലത്തിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിൽ ബഹിരാകാശ പ്രതിരോധ വ്യോമയാന രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാവുന്ന ഒന്നായിട്ടാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ കരുതപ്പെടുന്നത്. നാസ X-43, ബോയിങ് X-51 വേവ് റൈഡർ തുടങ്ങിയ പ്രശസ്തമായ പരീക്ഷണ വിമാനങ്ങൾ ഈ വേഗം യാഥാർത്ഥ്യമാക്കിയവയാണ്. ഇന്ത്യയുടെ തന്നെ അവതാർ തുടങ്ങിയ ചെറുവിമാന സങ്കല്പവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഉപയോഗം പ്രതിരോധ രംഗത്താണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രതിരോധ രംഗത്തെത്തിക്കാൻ രാജ്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗവും ക്രൂസ് മിസൈലുകളുടെ നിയന്ത്രണക്ഷമതയും ഇവ നൽകും. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇവയെ തകർക്കാൻ സാധിക്കില്ല. സാധാരണ മിസൈലുകളെക്കാൾ റേഞ്ചും കൂടുതലായിരിക്കും. ഇന്ത്യയുടെ ബ്രഹ്മോസ് 2, US-ന്റെ HVD-2, റഷ്യയുടെ അഗൻഗാർഡ് തുടങ്ങിയവയൊക്കെ വികസിപ്പിച്ചതോ വികസനത്തിനുള്ളതോ ആയ ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഇടക്കാലത്ത് ഇറാൻ ഫത്ത എന്നു പേരുള്ള 1400 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ അവതരിപ്പിച്ചിരുന്നു. ശബ്ദവേഗത്തിൽ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായ്ക്ക് കഴിയും. ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള സംവിധാനങ്ങളെയും ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഹൈപ്പർസോണിക് പറക്കൽ സാധ്യമാക്കുന്നത് സ്ക്രാംജെറ്റ് എന്ന എഞ്ചിൻ നൽകുന്ന ഊർജത്തിലാണ്. ഉദാഹരണമായി ഒരു ഹൈപ്പർസോണിക് വിമാനത്തിന്റെ കാര്യം നോക്കാം. ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്തോടെ പറന്നു പോകുന്ന വിമാനത്തിന്റെ മുൻഭാഗത്തു കൂടി വായു വലിച്ചെടുക്കപ്പെടും. സൂപ്പർസോണിക് വേഗത്തിലെത്തുന്ന വിമാനത്തിന്റെ ഉള്ളിലെ നോസിൽ അറയിൽ വായുമർദ്ദം വർദ്ധിക്കുമ്പോൾ ഹൈഡ്രജൻ ഇന്ധനം നൽകും. തുടർന്നുണ്ടാകുന്ന കത്തറിൽ വലിയ ഊർജത്തിൽ വാതകങ്ങൾ പിന്നിലേക്ക് പോകുകയും വിമാനം ഹൈപ്പർസോണിക് വേഗം കൈവരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്ക്രാംജെറ്റ് പ്രവർത്തിക്കുക. ഡ്യുവൽ മോഡ് റാംജെറ്റ് എന്ന പരിഷ്കരിച്ച പതിപ്പും വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ മനസ്സിലാകുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ സർവനാശമാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്നാണ്. യുക്രൈൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. യുക്രൈന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.